നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യ GDP വളർച്ച 6.5% നിലനിർത്തുമെന്ന് യൂണിയൻ ബാങ്ക്. എണ്ണവിലയിലെ ഇടിവും ഉയരുന്ന ഉപഭോക്തൃ ആവശ്യകതയും വളർച്ചയെ പിന്തുണയ്ക്കും. മാലിദ്വീപുമായി സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ച് മോദി. ഡിജിറ്റൽ പണമിടപാട് രംഗത്ത് അടക്കം സഹകരണത്തിന് ധാരണ. നിരാശപ്പെടുത്തി കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ പാദഫലം. അറ്റാദായത്തിൽ 57.5% ഇടിവ്. ന്യൂസിലൻഡുമായി സാമ്പത്തിക വാണിജ്യ സഹകരണത്തിന് ഇന്ത്യ. ചർച്ചയുടെ ആദ്യഘട്ടം വിജയകരമെന്ന് വാണിജ്യ മന്ത്രാലയം. UK കാർബൺ നികുതി ഇന്ത്യൻ കയറ്റുമതിക്ക് വെല്ലുവിളിയാവില്ലെന്ന് പീയൂഷ് ഗോയൽ. നികുതി ചുമത്തിയാൽ നടപടിയെടുക്കാൻ സാധിക്കുമെന്നും വിശദീകരണം. വാർത്തകൾ വിശദമായി. ഇന്ത്യ GDP വളർച്ച 6.5% നിലനിർത്തുമെന്ന് യൂണിയൻ ബാങ്ക്. എണ്ണവിലയിലെ ഇടിവും ഉയരുന്ന ഉപഭോക്തൃ ആവശ്യകതയും വളർച്ചയെ പിന്തുണയ്ക്കും. 2026 സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ചാ പ്രവചനമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എണ്ണവിലയ്ക്ക് പുറമെ ആഭ്യന്തര ആവശ്യകതയിലുണ്ടായിരുന്ന വർധനയും കരുത്താണ്. മറ്റ് ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകൾ കയറ്റുമതി മേഖലയെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ആഗോള വ്യാപാര ആഘാതങ്ങൾ ഇന്ത്യയിൽ നേരിയ രീതിയിലെ പ്രതിഫലിക്കൂ. നിർമ്മാണ മേഖലയിലെ കയറ്റുമതിയിൽ കുറവുണ്ട്. എന്നാൽ അതിനെ സേവന മേഖലയിലെ ശക്തമായ കയറ്റുമതി മറികടക്കുന്നുണ്ട്. ഈ വർഷം ഇതുവരെ റിപ്പോ നിരക്കിൽ 100 BPS പോയിന്റിന്റെ കുറവുണ്ടായിട്ടുണ്ട്. പണപ്പെരുപ്പം താഴ്ന്ന നിലയിൽ തുടർന്നാൽ വീണ്ടും നിരക്ക് കുറവ് റിസർവ് ബാങ്ക് വരുത്തും. ഇത് വ്യവസായ മേഖലയ്ക്ക് കൂടുതൽ നിക്ഷേപമെത്താൻ സഹായിക്കും. ശക്തമായ സ്വകാര്യ നിക്ഷേപം രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കും. കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള മൂലധന ചെലവ് വരും വർഷത്തിൽ രാജ്യത്തിന്റെ വളർച്ചയെ അനുകൂലമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മാലിദ്വീപുമായി സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ച് മോദി. ഡിജിറ്റൽ പണമിടപാട് രംഗത്ത് അടക്കം സഹകരണത്തിന് ധാരണ. ദ്വീപ് രാഷ്ട്രമായ മാലിദ്വീപിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ മുഖ്യാതിഥിയായാണ് മോദി എത്തിയത്. വ്യാപാരം, പ്രതിരോധം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവുമായി മോദി ചർച്ച നടത്തി. സമഗ്ര സാമ്പത്തിക സമുദ്ര സുരക്ഷാ പങ്കാളിത്തത്തിനായുള്ള ഇന്ത്യ മാലിദ്വീപ് സംയുക്ത പദ്ധതിയും ഇരു നേതാക്കളും വിലയിരുത്തി. ശേഷം വൈസ് പ്രസിഡന്റ് ഹുസൈൻ മുഹമ്മദ് ലത്തീഫുമായി കൂടിക്കാഴ്ച നടത്തി. മാലിദ്വീപിന് 4850 കോടി രൂപയുടെ ലൈൻ ഓഫ് ക്രെഡിറ്റ് ഇന്ത്യ അനുവദിച്ചതിന്റെ പ്രഖ്യാപനവും മോദി നടത്തി. ഒരു നിശ്ചിത തുക വരെ ആവശ്യമുള്ളപ്പോൾ കടമെടുക്കാനും തിരിച്ചടയ്ക്കാനും കഴിയുന്ന വായ്പാ സൗകര്യമാണ് LOC. തിരിച്ചടച്ച തുക വീണ്ടും കടമെടുക്കാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത. കൂടാതെ ഫിഷറീസ്, അക്വാകൾച്ചർ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ധാരണയായിട്ടുണ്ട്. ഡിജിറ്റൽ പണമിടപാട് സംബന്ധിച്ച് UPI നെറ്റ്വർക്ക് ടു നെറ്റ്വർക്ക് കരാറും പ്രാബല്യത്തിൽ വന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിരാശപ്പെടുത്തി കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ പാദഫലം. അറ്റാദായത്തിൽ 57.5% ഇടിവ്. ജൂൺ പാദത്തിൽ 3281.7 കോടിയുടെ അറ്റാദായമാണ് ബാങ്ക് റിപ്പോർട്ട് ചെയ്തത്. വിപണി പ്രതീക്ഷിച്ച 3442 കോടിയേക്കാൾ കുറവാണിത്. അതേസമയം കഴിഞ്ഞ വർഷത്തെ 6250 കോടിയിൽ നിന്നാണ് അറ്റാദായത്തിൽ ഇടിവുണ്ടായിരിക്കുന്നതെന്നത് പ്രസക്തമാണ്. കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ മൊത്തം നിഷ്ക്രിയ ആസ്തികൾ 6637.7 കോടിയായും വർദ്ധിച്ചു. 2025 സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിലെ 6134 കോടിയിൽ നിന്നാണ് ഈ മുന്നേറ്റം. കിട്ടാക്കടത്തിലെ അടക്കമുള്ള ഈ മുന്നേറ്റം നിക്ഷേപകരിൽ ആശങ്ക സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം അറ്റ പലിശ വരുമാനം 7249 കോടിയായി രേഖപ്പെടുത്തി. ഇത് സ്ട്രീറ്റ് എസ്റ്റിമേറ്റായ 7293 കോടിയുടെ അടുത്താണ്. കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ ലാഭം കുറയാനുള്ള പ്രധാന കാരണം ഈ പാദത്തിൽ കിട്ടാക്കടങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിത നഷ്ടങ്ങൾ നികത്താൻ അവർ വളരെ വലിയ തുക നീക്കിവെച്ചതാണെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ന്യൂസിലൻഡുമായി സാമ്പത്തിക വാണിജ്യ സഹകരണത്തിന് ഇന്ത്യ. ചർച്ചയുടെ ആദ്യഘട്ടം വിജയകരമെന്ന് വാണിജ്യ മന്ത്രാലയം. ഇന്ത്യ ന്യൂസിലാൻഡ് സ്വതന്ത്ര വ്യാപാര ചർച്ചകളുടെ ആദ്യഘട്ട ചർച്ചയാണ് ന്യൂഡൽഹിയിൽ നടന്നത്. ചരക്ക് സേവന വ്യാപാരം, നിക്ഷേപം എന്നിവയിലുള്ള ചർച്ചകൾ വിജയകരമായിരുന്നുവെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. കസ്റ്റംസ് നടപടിക്രമങ്ങളിലും വ്യാപാരത്തിലുമുള്ള സാങ്കേതിക തടസ്സങ്ങളിലും ഇളവ് സംബന്ധിച്ചും ധാരണയായിട്ടുണ്ട്. അടുത്ത 10 വർഷത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 10 ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യം. ഭക്ഷ്യ സംസ്കരണം, മരുന്നുകൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും പരസ്പരം സഹകരിക്കും.
സെപ്റ്റംബറിലെ ചർച്ചാവേദി ന്യൂസിലൻഡായിരിക്കും. സർക്കാർ ഡാറ്റ പ്രകാരം ന്യൂസിലൻഡുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി വ്യാപാരം 1.3 ബില്യൺ US$. നേരത്തെ പ്രതിരോധം, കസ്റ്റംസ്, ഹോർട്ടിക്കൾച്ചർ, വനവൽക്കരണം, വിദ്യാഭ്യാസം, കായികം മേഖലകളിലെ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UK-യുടെ കാർബൺ നികുതി ഇന്ത്യൻ കയറ്റുമതിക്ക് വെല്ലുവിളിയാവില്ലെന്ന് പീയൂഷ് ഗോയൽ. നികുതി ചുമത്തിയാൽ നടപടിയെടുക്കാൻ സാധിക്കുമെന്നും വിശദീകരണം. കാർബൺ നികുതി ഇന്ത്യ-UK സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമല്ല. എന്നാൽ കരാർ പ്രകാരമുള്ള വ്യാപാര ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ വ്യാപാര സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ട്. ഇക്കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ യൂറോപ്യൻ യൂണിയൻ പോലും കാർബൺ നികുതി നടപ്പാക്കിയിട്ടില്ല. UK-യും കാർബൺ നികുതി വിജ്ഞാപനം പുറത്തിറക്കിയിട്ടില്ല. ഭാവിയിൽ സംഭവിക്കാവുന്ന കാര്യം മാത്രമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 2027 മുതൽ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം നടപ്പാക്കാൻ 2023 ഡിസംബറിലാണ് UK സർക്കാർ തീരുമാനിച്ചത്. ഇത് പ്രകാരം ഇരുമ്പ്, സ്റ്റീൽ, അലൂമിനിയം, സിമന്റ്, വളം എന്നിവയെയാണ് കാർബൺ നികുതി ബാധിക്കുക. ഇത്തരത്തിൽ UK-യുടെ നികുതികൾ വന്നാൽ തുല്യ നടപടി തിരിച്ചുമെടുക്കാൻ ഇന്ത്യക്കാകും. ഇളവുകൾ പിൻവലിക്കാമെന്നും അതിന് പ്രത്യേക സംവിധാനമുണ്ടാകുമെന്നും വാണിജ്യ മന്ത്രാലയ വൃത്തങ്ങളും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 50 രൂപയും പവന് 400 രൂപയുമാണ് കുറഞ്ഞത്. സ്വർണം ഗ്രാമിന് 9160 രൂപയും പവന് 73,280 രൂപയുമാണ് വിപണി വില. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 7515 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളി വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 128 രൂപയിലാണ് വ്യാപാരം നടന്നത്. കേരള വാർത്തകൾ നോക്കാം. ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീന ഫലമായി സംസ്ഥാന വ്യാപകമായി ശക്തമായ മഴ തുടരുന്നു. ഇതോടൊപ്പം കാറ്റ് വീണ്ടും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 3 പേർ കാറ്റിൽ മരം വീണതിനെ തുടർന്ന് മരിച്ചു. വിശദാംശങ്ങളുമായി അമൽ ചേരുന്നു. അമൽ, എന്താണ് വിശദാംശങ്ങൾ? ജെയിംസ്, കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇന്ന് അതിശക്തമായ മഴയ്ക്കും 30 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇതോടൊപ്പം ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും മറ്റ് ജില്ലകളിൽ ഗ്രീൻ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ പലയിടത്തും നിർത്താതെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ആലപ്പുഴയിൽ മണിക്കൂറുകളായി മഴ ശക്തമായി തുടരുകയാണ്. ഇവിടെ കടലാക്രമണവും രൂക്ഷമാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ ആയിട്ടുണ്ട്. പെരുമ്പള്ളിയിൽ ഒരു വീട് തകർന്നതായും റിപ്പോർട്ടുകൾ വരുന്നു. പലയിടത്തും അതിശക്തമായ കാറ്റ് കൂടി വീശുന്നുണ്ട്. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗതയിലാണ് പലയിടത്തും ഇപ്പോൾ കാറ്റ് വീശുന്നത്. കണ്ണൂർ, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ 3 പേർ കാറ്റിൽ മരം വീണതിനെ തുടർന്ന് മരിച്ചു. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി ചന്ദ്രൻ, പത്തനംതിട്ട കോട്ടങ്ങൽ സ്വദേശി ജോസഫ്, ഇടുക്കി കുമളി സ്വദേശി സുധ എന്നിവരാണ് മരിച്ചത്. ഇന്നും നാളെയുമായി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം ജനങ്ങൾ മാറി താമസിക്കണമെന്നും അധികൃതർ പറയുന്നു. സംസ്ഥാനത്തെ വിവിധ നദികളിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അപകടകരമായ നിലയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മണിമല, അച്ചൻകോവിൽ നദികളിൽ ഓറഞ്ച് അലർട്ടും വാമനപുരം, പള്ളിക്കൽ, പമ്പ, തൊടുപുഴ എന്നീ നദികളിലെ വിവിധ സ്റ്റേഷനുകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനങ്ങൾ യാതൊരു കാരണവശാലും ഈ നദികളിൽ ഇറങ്ങുവാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ലെന്നും തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണമെന്നും അധികൃതർ പറയുന്നു. ഞങ്ങളുടെ തിരുവനന്തപുരം പ്രതിനിധി അമലാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കോവിഡിന് ശേഷം സംസ്ഥാനത്തെ ടൂറിസം മേഖലയിൽ സഞ്ചാരികളുടെ വരവിൽ സർവകാല റെക്കോർഡെന്ന് റിപ്പോർട്ട്. വരുമാനത്തിലും വൈവിധ്യവൽക്കരണത്തിലും വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. 2024 കണക്കനുസരിച്ച് 2,22,46,989 ആഭ്യന്തര സഞ്ചാരികളാണ്
കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ എത്തിയത്. ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് 1.72% വർധനവും കോവിഡിന് മുൻപുള്ള കാലത്തെ അപേക്ഷിച്ച് 21.01% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. 2023 43,647 കോടി രൂപയാണ് ടൂറിസം മേഖലയിലെ സംസ്ഥാനത്തിന്റെ വരുമാനം. സാഹസിക ടൂറിസം, സിനി ടൂറിസം, ബീച്ച് ടൂറിസം, പ്രാദേശിക ടൂറിസം, ഡെസ്റ്റിനേഷൻ ചലഞ്ച് തുടങ്ങിയ പദ്ധതികൾ വിഭാവനം ചെയ്തത് മേഖലയ്ക്ക് കരുത്തായി. സാഹസിക ടൂറിസത്തിലൂടെ കേരളത്തെ സാഹസിക ടൂറിസം പദ്ധതികളുടെ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സിനിമകളിലൂടെ മനസ്സിൽ പതിഞ്ഞ ലൊക്കേഷനുകളെ ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന സിനി ടൂറിസം പദ്ധതി വൻ വിജയമായി. ബീച്ച് ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചു. വള്ളംകളിക്ക് ലോക പ്രശസ്തി നൽകാനും ലോകസഞ്ചാരികളെ ആകർഷിക്കാനും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വിജയകരമായി സംഘടിപ്പിക്കുകയും മലബാറിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ടൂറിസം സാധ്യതകളെ ഫലപ്രദമായി വിനിയോഗിക്കാൻ പ്രാദേശിക ടൂറിസം ഡെസ്റ്റിനേഷനുകളെ വളർത്തിക്കൊണ്ടുവരാൻ ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതി ആരംഭിച്ചു. ഇതിനകം 40 പദ്ധതികൾക്ക് ഇതിനായി അനുമതി നൽകിയിട്ടുണ്ട്. നാളെയുടെ ശില്പികളാകേണ്ട വിദ്യാർത്ഥികളെ കേരള ടൂറിസത്തിൻ്റെ അംബാസിഡർമാരാക്കാൻ കോളേജുകളെ കോർത്തിണക്കി ടൂറിസം ക്ലബ്ബുകൾ ആരംഭിച്ചു. കേരളത്തിൻ്റെ തനത് പൈതൃകവും പ്രകൃതി സൗന്ദര്യവും നിലനിർത്തി ടൂറിസം മേഖലയെ കൂടുതൽ ജനകീയവും സാമ്പത്തികമായി സുസ്ഥിരവുമാക്കാനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്നത്. മൈഫിൻ TV, തിരുവനന്തപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യ GDP വളർച്ച 6.5% നിലനിർത്തുമെന്ന് യൂണിയൻ ബാങ്ക്. എണ്ണവിലയിലെ ഇടിവും ഉയരുന്ന ഉപഭോക്തൃ ആവശ്യകതയും വളർച്ചയെ പിന്തുണയ്ക്കും. മാലിദ്വീപുമായി സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ച് മോദി. ഡിജിറ്റൽ പണമിടപാട് രംഗത്തടക്കം സഹകരണത്തിന് ധാരണ. നിരാശപ്പെടുത്തി കൊട്ടക് മഹേന്ദ്ര ബാങ്കിന്റെ പാദഫലം. അറ്റാദായത്തിൽ 57.5% ഇടിവ്. ന്യൂസിലൻഡുമായി സാമ്പത്തിക വാണിജ്യ സഹകരണത്തിന് ഇന്ത്യ. ചർച്ചയുടെ ആദ്യഘട്ടം വിജയകരമെന്ന് വാണിജ്യ മന്ത്രാലയം. യുകെയുടെ കാർബൺ നികുതി ഇന്ത്യൻ കയറ്റുമതിക്ക് വെല്ലുവിളിയാവില്ലെന്ന് പീയൂഷ് ഗോയൽ. നികുതി ചുമത്തിയാൽ നടപടിയെടുക്കാൻ സാധിക്കുമെന്നും വിശദീകരണം. ഇതോടെ ഇന്നത്തെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.